മനുഷ്യന്റെ വിശ്വാസങ്ങളുടെ സംഹിതയെയാണ് നമ്മൾ മതങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ ഓരോ മതങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ഇപ്പോ നമ്മൾ ഇന്ത്യക്കാരായ എന്ന സ്ഥിതിക്ക് നമ്മൾ പല രീതിയിലുള്ള മതവിശ്വാസങ്ങളുള്ളവരാണ്. ഹിന്ദുക്കളുണ്ട്, മുസൽമാന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പാഴ്സികളുണ്ട്, ബുദ്ധിസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള മതങ്ങൾ കാണാനായിട്ട് സാധിക്കും. കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമായതുകൊണ്ടാണത്. മറിച്ച് വേറെ ചില യൂറോപ്യൻ കൺട്രീസിലോ മറ്റോ അല്ലെങ്കിൽ ഒരു ഗൾഫ് കൺട്രീസിലോ ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരിക്കാം, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് ഒരു മുസ്ലിം രാജ്യമായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുണ്ട്. അങ്ങനെ ഉള്ള ചില ആ ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മതം തന്നെ അവർ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂഷണലി റൈറ്റ് ടു റിലീജിയൻ ഉള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. അപ്പൊ എന്താണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്? ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് റൈറ്റ് ടു റിലീജിയൻ കോൺസ്റ്റിറ്റ്യൂഷണലി ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പലപ്പോഴും നമ്മുടെ മതവിശ്വാസങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ബയോളജിക്കൽ റൂട്ട്സും അതോടൊപ്പം സൈക്കോളജിക്കൽ റൂട്ട്സും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ബയോളജിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത്? ബയോളജിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാര് ഫോളോ ചെയ്തിരുന്ന ആ ഒരു മതം നമ്മളും ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ എല്ലാവിധ അന്തസത്തയോടും കൂടി, എല്ലാവിധ അന്തസ്സോടും കൂടി തന്നെ ഈ ഒരു മതത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളിലും നിന്നുകൊണ്ട് ആ മതം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ അത്യന്തികം നമ്മളത് ഇഷ്ടപ്പെടുന്നു, അതോടൊപ്പം നമ്മളത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലർക്കും എന്താ പറയാ, ഒരു മതവിശ്വാസത്തിലായിരിക്കുക എന്ന് പറയുന്ന അവരുടെ ഒരു എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് തന്നെ അവർ കരുതുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഒരു പ്രത്യേക ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഒരു മതത്തിൽ ബിലോങ് ചെയ്യുന്നു എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സെൽഫ് റെസ്പെക്റ്റിന്റെ കാര്യം കൂടിയായി മനുഷ്യൻ അത് കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി കണക്കാക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിനൊരു സൈക്കോളജിക്കൽ റൂട്ട്സ് ഉണ്ട്. എന്താണ് സൈക്കോളജിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത്? ഒരു മതത്തിൽ ബിലോങ് ചെയ്യുന്നത് വഴിയായിട്ട് പലപ്പോഴും മനുഷ്യന് ഉണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള ചില സന്തോഷങ്ങൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്ന് ലഭിക്കുന്ന കുറെ മനസ്സിന് ലഭിക്കുന്ന കുറെ സംതൃപ്തിയും അല്ലെങ്കിൽ സംതൃപ്തിയില്ലായ്മയും എല്ലാം കൂടി കൂടുന്നതിനെയാണ് നമ്മൾ അതിന്റെ ഒരു സൈക്കോളജിക്കൽ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈക്കോളജിക്കൽ റൂട്ട്സ് പലപ്പോഴും പല മതങ്ങൾക്കും ഉണ്ട്. അത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ബുദ്ധിസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്താ പറയാ, പീസ് ഓഫ് മൈൻഡ് ആണ്. നമ്മളിപ്പോ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കാതെ പലപ്പോഴും പീസ് ഓഫ് മൈൻഡോട് കൂടെ ആയിരിക്കാനാണ് ബുദ്ധിസം പറയുന്നത്. ഒരിക്കലും ബുദ്ധൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ വ്യക്തികൾ പ്രസംഗം കേൾക്കുകയും അതിലൊരു വ്യക്തി മാത്രം ബുദ്ധന്റെ പ്രസംഗം കേൾക്കാതെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പൊ ഒരു ശിഷ്യൻ പറഞ്ഞു, ബുദ്ധന്റെ പ്രസംഗം കേൾക്കാതെ അദ്ദേഹം ഉറക്കം തൂങ്ങുകയാണ്, അപ്പൊ ആ വ്യക്തിയോട് നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, ആദ്യം അയാൾക്ക് കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പ്രസംഗം കേൾക്കുവാനായിട്ടുള്ള ഒരു മനഃശക്തി ഉണ്ടായിരിക്കും. അപ്പൊ ഒരു മനഃശക്തി കിട്ടുന്നതിന് അല്ലെങ്കിൽ ഒരു മനസ്സുഖം കിട്ടുന്നതിന് നമുക്ക് ആദ്യം നമ്മുടെ ബയോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ ബയോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വ്യക്തിക്ക് വീണ്ടും ഒരു മെന്റൽ നീഡ് ഉണ്ടായി വരികയാണ്. മതത്തിൽ നിന്നുള്ള ഒരു മെന്റൽ നീഡ്, മതത്തിലെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുന്നതായിട്ടൊക്കെ തോന്നും. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ മതം അനുശാസിക്കുന്ന ചില പൂജകൾ, ആരാധനകളിലൊക്കെ പങ്കെടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു മനസുഖം, സന്തോഷം, കുടുംബപരമായിട്ട് അതിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മറ്റു ഇതേ മതവിഭാഗത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി അതിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, അതൊക്കെ ഇതിന്റെ മനസുഖത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അത് മനുഷ്യന്റെ ഒരു മെന്റൽ വെൽബീയിങ്ങിനെ കൂടി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇവിടെ മതങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മതത്തിൽ വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നതാണ് പേഴ്സണലി ദൈവവുമായിട്ടുള്ള ചില ബന്ധം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നന്ദനം എന്ന സിനിമയിലെ ആ ഒരു പെൺകുട്ടി, ബാലാമണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃഷ്ണനോടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത്. അതുപോലെ ദൈവവുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള
ബന്ധം ഓരോ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള ഒരു വേദി എന്ന് പറയുന്നത്. അതും മതങ്ങളുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ തന്നെ ആളുകൾ കണ്ടെത്തുന്നുണ്ട്. അതോടൊപ്പം ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് വേറൊരു അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിധത്തിൽ മതങ്ങൾ മനുഷ്യനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മതത്തെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിയുന്തോറും നമ്മൾ കൂടുതൽ നമ്മുടെ മതത്തെ ഇഷ്ടപ്പെടാനും അതിന്റെ കാര്യങ്ങളിലേക്ക് ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഹിന്ദുയിസം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് വളരെയധികം ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു റിലീജിയസ് കൺസെപ്റ്റ് ആണ്. അതൊരു സംസ്കാരം കൂടിയാണ്. അത് വലിയ വലിയ പണ്ട് മുതലുണ്ടായിരുന്ന മുനികൾ അവരുടെ തപശക്തിയാല് ഒക്കെ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ അവരുടെ കോൺസെൻട്രേഷൻ പവറാലൊക്കെ ഒരുക്കിയെടുത്ത ആ ഒരു ദൈവമായിട്ടുള്ള ആ ഒരു ആത്മയോചനത്തിലൂടെ കണ്ടെത്തിയ ചില ഉൾപ്പൊരുളുകളിൽ നിന്നാണ് ഹിന്ദുയിസം വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഏൻഷ്യന്റ് ആണ്, അതോടൊപ്പം വൈഡ് ആണ്, റിച്ച് ആണ്, ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ, നമ്മുടെ രാജ്യം, ഈ ഒരു ഹിന്ദു രാഷ്ട്രം എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഹിന്ദു കൾച്ചർ ഹോൾഡ് ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതായത് അത്രയധികം വൈഡ് കൺസെപ്റ്റ് ആണ് നമ്മുടെ ഹിന്ദുയിസം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അതോടൊപ്പം തന്നെ ബുദ്ധിസം പീസ് ഓഫ് മൈൻഡിനെയാണ് കൂടുതൽ പറയുന്നത്. അതോടൊപ്പം തന്നെ സെമാന്റിക് റിലീജിയൻസ് ആണ് ക്രിസ്ത്യാനിറ്റി, അതോടൊപ്പം തന്നെ ഇസ്ലാം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും വരുന്നത് ജൂയിഷ് മതത്തിൽ നിന്നാണ് ഇത് രണ്ടും ഉൾത്തിരിഞ്ഞ് വരുന്നത്. ഇവിടെ ഒരു മോണിസം അല്ലെങ്കിൽ ഒരു ഏകദൈവ കൺസെപ്റ്റ് കൂടെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇസ്ലാം ആണെങ്കിൽ അള്ളാഹ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ അതിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നത് വഴി കൂടുതൽ പീസ് ഓഫ് മൈൻഡിനെ ആർജിച്ചെടുക്കാനായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പൊ ഓരോ മതങ്ങൾക്ക് അവരുടേതായ സംഹിതകളും ഉണ്ട്. പക്ഷെ ഈ മതങ്ങളെല്ലാം തന്നെ മനുഷ്യനെ മനുഷ്യനാക്കാൻ വേണ്ടിയും മനുഷ്യനെ നല്ല രീതിയിൽ സമൂഹത്തിൽ ഇടപഴകാൻ വേണ്ടിയും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഞാനൊരു മുസൽമാനായി, ഞാനൊരു ക്രിസ്ത്യാനിയായി, ഞാനൊരു ഹിന്ദുവായി, ഞാനൊരു പാഴ്സിയായി, എന്തുകൊണ്ട് ഞാനൊരു ബുദ്ധിസ്റ്റായി ഉള്ളറകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനും കൂടുതൽ അതിന്റെ ഡെപ്തിനെ മനസ്സിലാക്കി നമുക്ക് പരസ്പരം ആ മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഹാൻഡ് ഓവർ ചെയ്യാനും പരസ്പരം ഒരു സമൂഹത്തെ, ഒരു വലിയൊരു സ്നേഹ സമൂഹത്തെ ബിൽഡപ്പ് ചെയ്യാനായിട്ടും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.